അതിനകത്ത് ഇന്നത്തെ ദിവസം ഞാൻ ആഗ്രഹിക്കുന്നത്, ചർച്ച ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ബിഗ് സല്യൂട്ട് അത് ഡോക്ടർ ഹാരിസിന് സമർപ്പിച്ചുകൊണ്ടാണ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം പ്രതികാരദാഹിയായ, ഇപ്പോൾ തന്നെ DYFയുടെ സുഹൃത്ത് പോലും ഒരു വശത്തുകൂടി പറയാൻ ആഗ്രഹിച്ചത് അദ്ദേഹത്തിനെ എങ്ങനെ കോർണർ ചെയ്യാമെന്നുള്ള ആലോചിച്ചുകൊണ്ടാണ് അദ്ദേഹം പോലും സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രതികാരദാഹിയായ ഒരു പാർട്ടിയുടെയും മുഖ്യമന്ത്രിയും ഭരിക്കുന്ന നാട്ടിൽ സാധാരണക്കാരൻ്റെ ശബ്ദമാവാൻ വേണ്ടി സാധാരണക്കാരന് വേണ്ടിയിട്ട് വാദിച്ച ഡോക്ടർ ഹാരിസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാനാണ് ഞാനും എൻ്റെ പാർട്ടിയും ആദ്യം തന്നെ ഈ അവസരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ കുറേ അവാസ്തവങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് സൂചിപ്പിച്ചിട്ട് താങ്കൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. അതായത് രോഗികൾ കൂടുന്നത് ഒരു അഭിമാനമായി LDF സർക്കാർ കാണുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രി പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു സംസ്ഥാനത്ത് ആരോഗ്യ പരിപാലനം അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു എന്ന് കാണുന്നത് രോഗികളുടെ എണ്ണം കുറയുമ്പോഴാണ്. സാധാരണ അവർക്ക് സാംക്രമിക രോഗങ്ങൾ, വൈറൽ ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്വേഷൻസ് ആണ് ഒരു സംസ്ഥാന സർക്കാർ എടുക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എടുത്തിരുന്നുവെങ്കിൽ, അതായത് മഴക്കാലപൂർവ്വ ശുചീകരണം പോലെ സാംക്രമിക രോഗങ്ങൾ പിടിപെടുമ്പോൾ പെട്ടെന്ന് എടുക്കേണ്ടതായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇതൊക്കെ LDFന്റെ സർക്കാർ പരാജയപ്പെട്ടു എന്ന് LDFന്റെ പ്രതിനിധിയും LDFന്റെ ആരോഗ്യമന്ത്രിയും തന്നെ തുറന്നു സമ്മതിക്കുന്നത് പോലെ, ഒരു കുറ്റസമ്മതം പോലെയാണ് അവർ പറയുകയാണ്, ഞങ്ങളുടെ ആശുപത്രികളിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് തിരുവനന്തപുരത്ത് നമ്മളെല്ലാവരും തിരുവനന്തപുരത്ത് ജീവിക്കുന്നവരാണ്. പണ്ട് ഒരു 10 വർഷം മുൻപുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു 5 വർഷം മുൻപുണ്ടായിരുന്ന ആരോഗ്യ പ്രൈവറ്റ് ക്ലിനിക്കുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുമാണോ ഇന്ന് തിരുവനന്തപുരത്തുള്ളത്? കൂടിയിട്ടില്ലേ? അപ്പോൾ ഇതെന്തുകൊണ്ട് കൂടി? റിക്വയർമെൻറ്റ് ഉണ്ടാകുമ്പോഴല്ലേ ഇത് കൂടുന്നത്. അപ്പോൾ സ്വാഭാവികമായി റിക്വയർമെൻറ്റ് കൂടുന്നു. അപ്പോൾ എന്തുകൊണ്ട് റിക്വയർമെൻറ്റ് കൂടുന്നു? അവിടെ റിക്വയർമെൻറ്റ് കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ പറഞ്ഞത്, ആരോഗ്യ പരിപാലന രംഗത്ത് സർക്കാർ തികഞ്ഞ അലംഭാവം, തികഞ്ഞ പരാജയമാണ് കാണുന്നത്. അത് ആ കുറ്റം താൻ ചെയ്തിട്ടുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യണം, ഒരു വശത്തുകൂടെ അഡ്മിറ്റ് ചെയ്യുകയാണ് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി. കാരണം അവർ തന്നെ പറയുകയാണ്, കേരളത്തിൽ തിരുവനന്തപുരത്ത് രോഗികളുടെ എണ്ണം കൂടി, ഞങ്ങൾ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ നിങ്ങൾ നിസ്സഹായരായിരുന്നു എന്ന് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ നിസ്സഹായത നിങ്ങൾ തുറന്നു സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാനിതിൽ കാണുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ, ഇന്ന് ഇടതുപക്ഷത്തിന് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നേരെ അത് കേന്ദ്ര സർക്കാരിൻ്റെ തലയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ആരോഗ്യ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളൊക്കെ താഴെ ഏറ്റവും സാധാരണക്കാരൻ്റെ കൈകളിലേക്ക് എത്തി. എങ്ങനെ എത്തിയത്? അത് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അത് ഇടതുപക്ഷത്തിൻ്റെ മികവ് എന്നാണ്. ആരോഗ്യ സുരക്ഷയുടെ ഭാഗമായി ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ സൃഷ്ടിച്ച് അത് ഏറ്റവും താഴെത്തട്ടിലെത്തുന്ന രീതിയിൽ സർക്കാർ ഫണ്ടിങ് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ആ ഫണ്ട് വാങ്ങി ആ ഫണ്ട് കൃത്യമായി വിനിയോഗിച്ച് അത് താഴെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. ആ പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളല്ലാതെ ഏതെങ്കിലും മെച്ചപ്പെട്ടൊരു പ്രവർത്തനം നിങ്ങൾക്ക് നടത്താൻ വേണ്ടി സാധിച്ചോ എന്ന് ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയോട് ചോദിച്ചാൽ അവർക്ക് പറയാനൊരു മറുപടി പോലും ഇല്ല. ഞാൻ 1-2 ഉദാഹരണങ്ങൾ അതിനകത്ത് സൂചിപ്പിക്കാം. ഒന്ന്, നമ്മുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ സംസ്ഥാന ബഡ്ജറ്റിൻ്റെ വിഹിതം നമ്മൾ ഓരോ മേഖലയിലേക്ക് മാറ്റിവെച്ചിട്ടുള്ള വിഹിതങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം. അതിൽ വകയിരുത്തിയ വിഹിതം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് വകയിരുത്തിയ തുക 217.4 കോടി രൂപയാണ്. അത് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ നിലവിൽ അനുവദിച്ച സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ അനുവദിച്ച തുക എന്ന് പറയുന്നത് 157.37 കോടി മാത്രമാണ്. എത്ര കോടി രൂപയുടെ നഷ്ടം, എത്ര കോടി രൂപയാണ് സംസ്ഥാന ബഡ്ജറ്റിനകത്ത് ആരോഗ്യ മേഖലയ്ക്ക് വകയിരുത്തിയതിനു ശേഷം അത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അത് അവർക്ക് അനുവദിക്കാതെയോ മാറ്റി വലിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഗുരുതരമായ പ്രശ്നം. ഞാൻ 1-2 കാര്യങ്ങൾ കൂടി. ഡെന്റൽ കോളേജ് വികസനത്തിന് 22.79 കോടി രൂപ അനുവദിച്ചപ്പോൾ അതിൽ ആകെ അവർക്ക് നൽകിയിട്ടുള്ളത്, അത് അവർക്ക് ഉപയോഗിക്കാൻ കൊടുത്തിട്ടുള്ളത് 8.62 കോടി രൂപയാണ്. മെഡിക്കൽ കോളേജുകളുടെ രോഗി സൗഹൃദമാക്കാൻ വേണ്ടിയിട്ട് 5.5 കോടി രൂപ പറഞ്ഞപ്പോൾ ഏതാണ്ട് 4.85. അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സംസ്ഥാന വീതം, അവർ തന്നെ സംസ്ഥാന നിയമസഭയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കണക്കാണ് ഇതൊക്കെ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സംസ്ഥാന വീതം 1.4 കോടി രൂപ വകയിരുത്തിയിട്ടുള്ളതിൽ 60 ലക്ഷം രൂപയാണ് വിനിയോഗിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ലോസ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പറയുമ്പോൾ അത് പറയുന്ന ആളുകളെ കോർണർ ചെയ്യുകയല്ല, മറിച്ച് ഞാനൊരു സാഹചര്യം, മറിച്ച് അത് അഡ്മിറ്റ് ചെയ്യാനുള്ളതും അതിനെ എങ്ങനെ മാറ്റാം എന്നുള്ളതുമാണ് ഒരു സർക്കാർ തീരുമാനം. ഞാൻ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ താങ്കൾക്ക് വഴങ്ങാം. ഇന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ, കേരളത്തിലെ ആരോഗ്യ രംഗങ്ങളുടെ അവസ്ഥ എന്താ?
അവിടെ നോട്ട് അവൈലബിൾ ബോർഡ് വെക്കുന്ന സാഹചര്യമാണ്. നിങ്ങൾ നോക്കൂ, മെഡിക്കൽ കോളേജുകൾക്കകത്ത് പോയി കഴിഞ്ഞാൽ ഈ മന്ത്രി തന്നെ, ഇന്നത്തെ സംസ്ഥാനത്തെ ഈ പറയുന്ന കോളേജുകളുടെ ഒക്കെ ഭരണ ചുമതലയുള്ള സംസ്ഥാന ആരോഗ്യമന്ത്രി തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിങ്ങൾ മാധ്യമങ്ങളുടെ മുൻപിൽ ഒരു ഷീറ്റ് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ നിസ്സഹായരായിട്ട് പറയാണ്, ഞങ്ങളുടെ കയ്യിൽ ഈ മരുന്നുകളൊന്നും ഇല്ല എന്ന് പറയുന്ന സാഹചര്യം തിരുവനന്തപുരത്ത് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഇന്ന് മെഡിക്കൽ കോളേജുകൾക്കകത്തുള്ള അവസ്ഥ, ഇന്ന് മരുന്ന് ചോദിച്ചാൽ നോട്ട് അവൈലബിൾ എന്ന് പറയുന്ന അവസ്ഥ, സ്കാനിങ്ങിനും എക്സ്റേക്കും പോയാൽ നോട്ട് അവൈലബിൾ എന്ന് പറയുന്ന അവസ്ഥ, സൂചിയും പഞ്ഞിയും ചോദിച്ചാൽ നോട്ട് അവൈലബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ നിങ്ങൾ കാണിച്ച ബൈറ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, രോഗികൾ പിരിവിട്ട് ഈ പറയുന്ന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ട അവസ്ഥ. ഞാൻ ഒരു പോയിന്റ് കൂടി പറയാം. കൊല്ലം ജില്ലയിൽ വളരെ വളരെ അടുത്ത ദിവസങ്ങളിലാണ് കൊല്ലം ജില്ലയിൽ പ്രസവ എടുക്കാൻ വേണ്ടി, പ്രസവത്തിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു ലേഡിയുടെ അവരുടെ സഹോദരി ഇറങ്ങി നിന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത്, എൻ്റെ സഹോദരിക്ക് അവൾക്ക് ഇനിമ വരെ കൊടുത്ത് അകത്ത് കയറ്റിയതിനു ശേഷം ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ ജനറേറ്റർ പ്രവർത്തിക്കുന്നില്ല, നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും മാറ്റിക്കോളൂ, നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ വേറെ എവിടേക്കെങ്കിലും മാറ്റിക്കോളൂ എന്ന് പറയുന്ന ഗതികേടിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ തകർച്ചയിലേക്ക് നയിച്ചത് ഈ ഇടതുപക്ഷ സർക്കാരാണ്. ഇന്ന് കേരളത്തിന്റെ ആരോഗ്യ രംഗം വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്.